അസ്സലാമു അലൈക്കും. ആംനസിലേക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു. ഇതൊരു മക്രോണി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ മക്രോണി നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. 2 കപ്പാണ് കേട്ടോ എടുത്തത്. ഈ ഒരു കപ്പിനാണ് ഞാൻ എടുത്തത്. കണ്ടില്ല, ഈ നല്ലോണം തിളച്ച് വരുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഈ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഈ മക്രോണി ഞാൻ ഇട്ട് കൊടുക്കും. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണത്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മളെ മക്രോണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാനാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ വെന്ത് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം ഓയിൽ ഒഴിക്കുന്നു. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടുന്നു. സവാള എല്ലാം നല്ലോണം വഴണ്ടി വരുമ്പോൾ ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടാണ് അത് വേവിച്ചത്. അതുകൊണ്ട് സവാളയിൽ ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. പെട്ടെന്ന് വാടി കിട്ടാനാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സവാള. അതിലേക്ക് ഞാൻ ഒരു പകുതി ഇട്ടോ, ഒരു പകുതി എന്താ പറയുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇടുന്നുണ്ട്. രണ്ടും ഒന്നിച്ച് കടിച്ചതാണ്. അതിലേക്ക് ഞാൻ ഒരു പകുതി ക്യാപ്സിക്കം ഇടുന്നു കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി എരിവില്ലാത്ത മുളക് പൊടി ഇടുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു അല്പം ചെറിയ ടീസ്പൂണിൽ കുരുമുളക് പൊടിച്ചത് ഇടുന്നു. ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇടുന്നു. ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ.
ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നു. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നു. നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു പച്ചമുളക്, ചെറിയൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ മല്ലിച്ചപ്പ് ചേർക്കുന്നു. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് വയ്ക്കുന്നു. ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം ഞാൻ ഒഴിക്കുന്നു ഇതിലേക്ക്. അപ്പം നല്ലോണം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വന്നാൽ വെള്ളമൊക്കെ വറ്റിയൊന്ന് വരട്ടെ. വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ അല്പം ചിക്കൻ്റെ ഉണ്ടില്ലേ, ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ മക്രോണി ഇതിലേക്ക് ഇടാം. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചെടുത്തത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. എപ്പോഴും പറയുന്നത് പോകണം. ഇൻഷാ അല്ലാഹ് അടുത്ത 25-ാം തീയതി ജനുവരി 25-ന് ഞാൻ ഉംറക്ക് പോകുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് അല്പം കൂടി ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട്.
നമ്മളെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കാണരുത്. അപ്പോൾ അതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം.